ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 25. അവ്യക്തോയം അചിന്ത്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. വിവർത്തനം. അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നതുകൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത്. ഭാവാർത്ഥം. മുൻപ് വിവരിച്ചതുപോലെ ഭൗതികമായ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് ഏറ്റവും ശക്തിമത്തായ സൂക്ഷ്മദർശിനിയിലൂടെയും കാണാനാവാത്ത വിധം സൂക്ഷ്മതമാണ് ആത്മാവ്. തന്മൂലം അദൃശ്യനും തന്നെ. ആത്മാവിന്റെ സത്യത്തെക്കുറിച്ചാകട്ടെ ശ്രുതി അഥവാ വേദജ്ഞാനത്തിലൂടെയല്ലാതെ പരീക്ഷണങ്ങളിലൂടെ ഉറപ്പുവരുത്താൻ ആർക്കുമാവില്ല. ആത്മാവ് ഉണ്ടെന്നുള്ള പ്രത്യക്ഷമായ വസ്തുത നാം അംഗീകരിച്ചേ മതിയാവൂ. എന്തുകൊണ്ടെന്നാൽ ആത്മാവിന്റെ ഉണ്മ അറിയുവാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വിശിഷ്ടമായ പ്രാമാണിക വാക്യങ്ങളെ ആധാരമാക്കി പൂർണമായും സ്വീകരിക്കേണ്ടവയായിട്ട് പല വിഷയങ്ങളും നമുക്കുണ്ട്. ആരും തന്റെ പിതൃത്വത്തെ നിഷേധിക്കാറില്ല. അമ്മയുടെ ആധികാരിക വചനങ്ങൾ ഉള്ളപ്പോൾ അതല്ലാതെ അച്ഛൻ ആരാണെന്നറിയാൻ വേറെ യാതൊരു മാർഗവുമില്ല. അതുപോലെ തന്നെ വേദങ്ങളുടെ പഠനത്തിലൂടെ അല്ലാതെ ആത്മാവിനെ അറിയുന്നതിന് മറ്റു വഴിയൊന്നുമില്ല. മാനുഷിക പരീക്ഷണങ്ങളിലൂടെയുള്ള വിജ്ഞാനം കൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ആത്മാവ് ബോധവും അവബോധവും ഉള്ളതാകുന്നു എന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. അത് അംഗീകരിച്ചേ പറ്റൂ. ശരീരത്തിനെന്ന പോലെ പരിണാമഭേദങ്ങൾ ആത്മാവിനുണ്ടാവുകയില്ല. ഒരിക്കലും മാറ്റമില്ലാത്തതുകൊണ്ട് അമേയമായ പരമാത്മാവിനെ അപേക്ഷിച്ച് അണുമാത്രനായിരിക്കുന്നു ജീവാത്മാവ്. പരമാത്മാവ് അമേയനാണ്. ജീവാണുവാകട്ടെ അതിസൂക്ഷ്മവും. അതുകൊണ്ട് അതിസൂക്ഷ്മമായ ആ ജീവാണുവിന് പരിണാമങ്ങളില്ലായ്കയാൽ ഒരിക്കലും അപരിമേയനായ പരമപുരുഷനോട് അഥവാ ശ്രീ ഭഗവാനോട് തുല്യനാകാൻ വയ്യ. ആത്മാവിന്റെ അസ്തിത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ആശയം വേദങ്ങളിൽ പല വിധത്തിലും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതു വിഷയമാണെങ്കിലും പിഴകൂടാതെ പഠിച്ച് ഹൃദയസ്ഥമാക്കാൻ ആവർത്തനങ്ങൾ ആവശ്യമാണ്. ശ്ലോകം 26. അധ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. വിവർത്തനം. അതല്ല ആത്മാവ് അഥവാ ജീവന്റെ ലക്ഷണം ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹോ നിനക്ക് ദുഃഖിക്കാനില്ല. ഭാവാർത്ഥം. ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരാത്മാവില്ലെന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് ബുദ്ധമതക്കാരെ പോലെയുള്ള ഒരു വിഭാഗം തത്വചിന്തകരുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഗീതോപദേശം ചെയ്ത കാലത്ത് അങ്ങനെ ചിലരുണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. ലോകായതികൾ എന്നും വൈഭാഷികർ എന്നുമുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഭൗതിക സങ്കലനത്തിന്റെ പരിപക്വ അവസ്ഥയിൽ ജീവന്റെ ആവിർഭാവം ഉണ്ടാകുമെന്ന് അത്തരക്കാർ കരുതുന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളായ തത്വജ്ഞാനികളും ഏതാണ്ട് ഇതുപോലെ ചിന്തിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു സങ്കലനമാണ് ശരീരം. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭൗതിക ദ്രവ്യങ്ങളും രാസവസ്തുക്കളും തമ്മിൽ സവിശേഷ രീതിയിൽ പ്രതിപ്രവർത്തനം നടക്കുമ്പോൾ അതിൽ ജീവന്റെ ലക്ഷണങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. ഈ സിദ്ധാന്തമാണ് നരവംശാസ്ത്രത്തിന്റെ അടിത്തറ. ഇക്കാലത്ത് അമേരിക്കയിൽ പരിഷ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന
അനേകം മതാഭാസങ്ങൾ ഈ തത്വശാസ്ത്രത്തെയും ശൂന്യതാവാദത്തിൽ അടിയുറച്ച ഭക്തിരഹിതങ്ങളായ ബൗദ്ധ വിഭാഗങ്ങളെയും പിന്താങ്ങുന്നുണ്ട്. ഇനി വൈഭാഷികരെ പോലെ അർജുനനും ആത്മാവിന്റെ സത്തയിൽ വിശ്വസിക്കുന്നില്ല എന്നിരിക്കട്ടെ. എന്നാൽ തന്നെയും ദുഃഖത്തിന് കാരണമില്ല. ഒരു കൂമ്പാരം രാസപദാർത്ഥങ്ങൾ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ആരെങ്കിലും തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയുമോ? നേരെ മറിച്ച് ആധുനിക ശാസ്ത്രവും ശാസ്ത്രീയ യുദ്ധമുറയും യുദ്ധത്തിൽ ശത്രുക്കളെ ജയിക്കാൻ വേണ്ടി ടൺ കണക്കിന് രാസവസ്തുക്കൾ പാഴാക്കുന്നു. ശരീരം നശിക്കുന്നതോടുകൂടി ജീവൻ അഥവാ ആത്മാവ് ഇല്ലാതാകുന്നു എന്നാണ് വൈഭാഷിക സിദ്ധാന്തം. അപ്പോൾ വൈദിക മതാനുസൃതമായ അണുമാത്രനായ ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചാലും ശരി, ആത്മസത്തയെ നിഷേധിച്ചാലും ശരി, അർജുനന് ദുഃഖിക്കേണ്ടതില്ല. വൈഭാഷികരുടെ സിദ്ധാന്തപ്രകാരം ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്ന് നിമിഷം തോറും എണ്ണമറ്റ ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. എണ്ണമറ്റവ നശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് വ്യസനിക്കുന്നതെന്തിന്? കൂടാതെ ആത്മാവിന് പുനർജന്മമില്ല എന്ന് വരികിൽ അർജുനന് തന്റെ പിതാമഹനെയും ഗുരുവിനെയും വധിച്ച പാപത്തിന്റെ പ്രതികരണങ്ങളെ ഭയപ്പെടേണ്ടതുമില്ല. ഈ സന്ദർഭത്തിൽ കൃഷ്ണൻ അർജുനനെ മഹാബാഹോ എന്നാണ് തെല്ലു പരിഹാസത്തോടെ സംബോധന ചെയ്യുന്നത്. കൈക്കരുത്തുള്ളവനെന്നർത്ഥം. വൈദിക ധർമ്മത്തിന് എതിരായ വൈഭാഷിക സിദ്ധാന്തത്തെ അർജുനൻ അംഗീകരിച്ചില്ല. ക്ഷത്രിയനെന്ന നിലയ്ക്ക് വൈദിക സംസ്കാരവുമായിട്ടാണ് അർജുനന് ബന്ധം. ആ സിദ്ധാന്തങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധിതനുമാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.